പേരെന്തിരുന്നു? ഹേമന്ത്. ഹേമന്ത് 1.5 കോടി രൂപ കൊടുത്ത് വാങ്ങിയ ഗുണം എന്നറിയോ? വർഷത്തില് 15 ദിവസം അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പൊ എന്ത് കിട്ടി? ഹെൽത്ത്. എന്ത് ഹെൽത്ത് കിട്ടാൻ കാരണം? അതിന്റെ റൂഫ് കണ്ട നിങ്ങൾ? എന്താ പ്രത്യേകത? ഗ്രാസ, ഒറിജിനൽ ഗ്രാസ. എന്താ ഗുണം? അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പോ കോവിഡ് വന്നിട്ട് ഒരുപാട് പേര് മരിച്ചു. എന്തില്ലാണ്ട? ഓക്സിജൻ കിട്ടാണ്ട അല്ലെ? ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്ക് വിൽക്കാൻ സാധനം ഓക്സിജനാ അല്ലെ? അപ്പൊ എന്ത് കിട്ടി? ഈ ഒരു ഗ്രാസിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ അട്രാക്ട് ചെയ്തിട്ട് ഇതിനകത്ത് മുകളിൽ മഡ്ബാങ്ക ആ ഓക്സിജനെ കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് തരും? നല്ല ഓക്സിജൻ തരുന്നു. അതിലൂടെ എന്താ ചെയ്യാ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ വ്യത്യാസങ്ങൾ വരുന്നു, നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടുന്നു, നമ്മുടെ ശരീരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ അകത്ത് വിശാലമായി സെമിക്കോൾ. അപ്പൊ എന്ത് ചെയ്യാം? മനസ്സിന് ആനന്ദം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നീന്തി കുളിക്കാം. വാസുവേട്ട ഇന്നേ വരെ സ്വന്തം ഭാര്യയായിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു. നിങ്ങൾ ആലോചിക്ക്, ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം വിഷമുള്ളവരില്ലാത്തതാണ്. പച്ചക്കറി ഇവിടെ വല്ല ഉണ്ടാകും, തമിഴ്നാട്ടിൽ നിന്ന് വിഷടിച്ച കൊണ്ടുവരണ ഫ്രൂട്ട്സ്, മീന് അല്ലെ? ഇവിടുത്തെ ഗുണം എന്താ? എല്ലാ സാധനങ്ങളും വിഷരഹിതമായിട്ട് തരുന്നു. അപ്പൊ 15 ദിവസം ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാതെ വളരെ മേടിച്ചാൽ മതി. അപ്പൊ എന്ത്? 15 ദിവസം കൊണ്ട് നല്ല ഭക്ഷണം, ഈ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ഭാര്യയുമായിട്ട് അടിച്ച് ഒറ്റ പ്രശ്നം മാത്രമുള്ള സ്വന്തം ഭാര്യ ആയിരിക്കണം മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് കിട്ടി അല്ലെ? ഭാര്യ എന്ന് പറയുമ്പോ ഇപ്പോ രാജേട്ടൻ ചിന്തിച്ചത് ഭാര്യയായ പോരെ. ആരോഗ്യം കിട്ടി. ഒരു കൊല്ലത്തിൽ ബാക്കി എത്ര ദിവസം ഉണ്ട്? ബാക്കി എത്ര ദിവസം ഉണ്ട് ഒരു കൊല്ലത്തില്? 15 ദിവസം കൂടി വരെ 11.5 മാസം വാടകയ്ക്ക് കൊടുത്താൽ ഒരു മാസം കിട്ടുന്ന വാടക എത്ര എന്ന് പറഞ്ഞ്? ഏറ്റവും ചെറുത് 6 ലക്ഷം രൂപ അല്ലെ? അപ്പൊ എന്ത് കിട്ടി? വെൽത്ത് കിട്ടി. ഇനി നമ്മൾ കാഞ്ഞു പോയാലോ? നമ്മുടെ പുക കണ്ടാൽ ആർക്ക് ഉപയോഗിക്കാം? മക്കൾക്ക് ഉപയോഗിക്കാതെ. ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്റെ ബിസിനസ് ഒരിക്കലും ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്റെ പേര് സാധനം ഉണ്ടെങ്കിലോ എന്റെ മക്കളോ ഭാര്യ പട്ടിണി കിടക്കോ? അപ്പൊ മക്കളെ സ്നേഹിക്കുന്നതിന് എന്ത് ചെയ്തോളണം? ഇതൊരെണ്ണം വാങ്ങണം അല്ലെ? ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിനെ സ്നേഹിക്കും, എന്ത് വേണം? ഇതൊരെണ്ണം വാങ്ങണം. എന്തിനാ? കുളിക്കാനാ. ഇതല്ലേ നമുക്ക് വേണ്ട. ആരാണ് സത്യം? അതോടൊപ്പം തന്നെ ലെഗസി കൂടെ നമുക്ക് കിട്ടി. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് 1.5 കോടി കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ഇതിന്റെ പാർട്ട്ണറാവാം. പാർട്ട്ണറാവുമ്പോൾ എന്ത് കിട്ടും? ഇപ്പൊ 1 ലക്ഷം രൂപ കൊടുത്ത് പാർട്ട്ണറാണ് കിട്ടുന്ന എമൗണ്ട് ഏകദേശം 4000 രൂപയോളം പെറലാക്കി ചെലവ് കഴിച്ച് ബാക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടും. 1 ലക്ഷം രൂപ മുടക്കാൻ പോലും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1.5 ലക്ഷം രൂപ 1.5 കോടി മുടക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 ലക്ഷം അല്ലെ? ഫസ്റ്റ് എത്ര? 4 ലക്ഷം 2 അത് മതി. മര്യാദക്ക് ബാക്കി 8 ലക്ഷം നമുക്ക് പറയുന്നത് മോളെ ഒരു 8 കൂടെ തന്നേക്കെ, മോൾക്കുള്ളതാ. ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? ഒരു 10 ലക്ഷം ചേട്ടൻ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര കിട്ടി? മാസം 40,000 രൂപ. ചേട്ടൻ മനസ്സിലായോ? അപ്പൊ നമ്മൾ ജോലിക്ക് പോയിരുന്നപ്പോ വാസുകൊണ്ട് കിട്ടിയിരുന്ന എമൗണ്ട് 80,000 ആണെന്നെങ്കിൽ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നും അറിയണ്ട, നമ്മ വീട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. എല്ലാ മാസം 80,000 വെച്ച് അല്ലെ നമ്മുടെ കയ്യിൽ വരികയാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പറഞ്ഞ പൈസയിലേക്ക് എന്ത് ചെയ്യാം? ഈ സാൻഡിലൂടെ പ്ലാന്റേഷൻ ഭൂമി ഉണ്ട് അല്ലെ? ഈ പ്ലാന്റേഷൻ ഭൂമി 20 കോടി പ്രൊജക്റ്റ് ആണ്. ഇതില് ഒരുമിച്ച് എടുക്കേണ്ടവർക്ക് ഇത് പറ്റില്ല, കാരണം ആകെ 8 കോടിയെ ബാക്കിയുള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഓപ്ഷൻ 8 കോടി വാങ്ങി ബാക്കിയുള്ള ഷെയർ മൊത്തം എടുക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ 1 ലക്ഷം അതിന് ഗുണിതങ്ങൾ നൽകി ഇതിന്റെയും പാർട്ട്ണർ ആവും. എല്ലാത്തിന്റെ ഗുണവും ഇതില് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? പ്രോപ്പർട്ടി ഡോക്യുമെന്റ് ചെയ്ത് അങ്ങോട്ട് കയ്യിൽ തരും. അതായത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളുണ്ട്. 1 വെച്ച 10 കിട്ടും എന്ന് പറയും. പക്ഷേ ഇവിടെ പല ആളുകളും പൈസ പോയവരുണ്ട്. എങ്ങനെ പോയെന്നറിയും? 1 വെച്ച 10 കിട്ടും എന്ന് പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? 1 വെച്ച 10 കിട്ടും എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 സേഫ് ആണെന്ന് ആരും നോക്കില്ലെന്നേ. അപ്പൊ എന്ത് പറ്റും? 1 പോകും 10 പോകും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി, 1 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനെ സേഫ് ആക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. മുടക്കുന്ന പണം സേഫ് ആക്കുക, എന്നിട്ട് മതി ലാഭം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മുടക്കുന്ന പണത്തിന് തത്തുല്യമായിട്ട് എന്ത് തന്നു? ഡോക്യുമെന്റ്സ് അല്ലെ? പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് തന്നു. റൈറ്റ്?
അല്ലെ? ഗവൺമെന്റിന്റെ ഇടപാടാ അല്ലെ? അതങ്ങോട്ട് ഇന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി കിട്ടുന്നതെല്ലാം ലാഭം അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 15 കൊല്ലം കൊണ്ട് ആവറേജ് പെർ ലാക്കിന് ഏകദേശം 7,000 രൂപ വരെ നിങ്ങൾക്ക് പെർ ലാക്കിന് കിട്ടാനുള്ള സാധ്യത കൂടി ഈ ഒരു പ്രൊജക്റ്റിലുണ്ട്. ക്ലിയർ? ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളിൽ ഇനി പൈപ്പ് ലൈനിലേക്ക് ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് നമ്മളെല്ലാം ചെയ്യുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ പ്രൊജക്ടുകളാണ്. 15 മിനിറ്റ് കൊണ്ട് വേസ്റ്റിനെ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി ഇത് കിട്ടിയിട്ട് കമ്പനി ജസ്പേഡിനാണ്, ഇന്റർനാഷണൽ ഈ കമ്പനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് സ്പോർട്സും ബിസിനസ്സും അതോടൊപ്പം തന്നെ എഐയും കൂടെ അല്ലെ ഒരുമിച്ച് കൊണ്ടുള്ള ആദ്യത്തെ സ്കൂൾ ജസ്പേഡ് ഹൊറൈസൺ. അടുത്ത പ്രൊജക്ട് ആണ് നെടുമ്പാശ്ശേരി മലയാറ്റിൽ ആദ്യമായിട്ട് ടൗൺഷിപ്പ് ഫ്ലാറ്റ്